കുഞ്ഞ് ജനിച്ച ഉടനെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞ് വെളുത്തിട്ടാണോ? നിറം കുറവാണെന്ന് കണ്ടാൽ ഉടനെ ഉപദേശങ്ങൾ തുടങ്ങും. നാൽപ്പാമരാതി എണ്ണ തേപ്പിക്ക്, മഞ്ഞൾ തേപ്പിക്ക്. സത്യത്തിൽ എണ്ണ തേപ്പിച്ചാൽ കുഞ്ഞ് വെളുക്കുമോ? ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചർമ്മത്തെ നശിപ്പിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ കൃത്യമായ ശാസ്ത്രീയമായ മറുപടി തരാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞിൻ്റെ നിറവും ചർമ്മ സംരക്ഷണവുമാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശാസ്ത്രീയമായ വശത്തു നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും വിചാരിക്കുന്നത് എണ്ണ തേപ്പിച്ചാൽ വെളുക്കും എന്നാണ്. പക്ഷേ നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം തീരുമാനിക്കുന്നത് മെലാനിൻ എന്ന പിഗ്മെൻ്റാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്ന കവചമാണിത്. മെലാനിൻ കൂടുതൽ ഉള്ളവർക്ക് നിറം കുറവായിരിക്കും, പക്ഷേ അവർക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അച്ഛൻ്റെയും അമ്മയുടെയും DNA വഴി കുഞ്ഞിന് കിട്ടുന്ന ഈ നിറം മാറ്റാൻ ഒരു ആയുർവേദത്തിനോ അലോപ്പതിക്കോ കഴിയില്ല. അത് ആദ്യം തന്നെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളിലെ നിറം മാറ്റം. ജനിച്ച ഉടനെ കുഞ്ഞ് നല്ല വെളുത്തതായിരിക്കും. പിന്നീട് നിറം മങ്ങുന്നത് കണ്ട് അമ്മമാർ പേടിക്കും. ഇതിന് കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമായി സെറ്റായിട്ടുണ്ടാകില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ നിറം പുറത്തു വരുന്നത്. ഇതിനെ നിറം മങ്ങൽ എന്ന് വിളിക്കരുത്. അത് നിറം തെളിയലാണ്. ആ സമയത്ത് വെളുപ്പിക്കാൻ വേണ്ടി എണ്ണയിട്ട് ഉരച്ചാൽ കുഞ്ഞിൻ്റെ മൃദുവായ ചർമ്മം നശിച്ചു പോകും. എണ്ണ തേപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാൽപ്പാമരാതി അല്ലെങ്കിൽ ലക്ഷാതി എണ്ണകൾ നല്ലതാണ്. പക്ഷേ അത് നിറം വർദ്ധിപ്പിക്കാനല്ല, ചർമ്മത്തിലെ അണുബാധ തടയാനും മോയ്സ്ചറൈസ് ചെയ്യാനുമാണിത്. ഇത് അമിതമായാലുള്ള അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അമിതമായി എണ്ണ തേച്ച് വെയിലത്ത് നിർത്തിയാൽ കുഞ്ഞിന് സൺബേൺ വരാം. രണ്ടാമതായിട്ട്, എണ്ണ ശരിയായി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞ്, അതായത് മിലിയ എന്നറിയപ്പെടുന്ന വെളുത്ത കുരുക്കൾ വരാം. മൂന്നാമതായി, കടലമാവും പയറുപൊടിയും തേച്ച് ഉരയ്ക്കുന്നത് കുഞ്ഞിൻ്റെ ചർമ്മത്തിലെ സ്വാഭാവികമായ നാച്ചുറൽ ഓയിൽസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൂടി നിങ്ങൾക്ക് തരാം. ടിപ്സ് ഫോർ എ ഹെൽത്തി സ്കിൻ. കുളിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീര്യം കുറഞ്ഞ ബേബി സോപ്പുകളോ ലിക്വിഡ് വാഷോ ഉപയോഗിക്കുക. pH 5.5 ഉള്ളവയാണ് ഏറ്റവും നല്ലത്. വെള്ളം. കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് അമിതമായ ചൂട് പാടില്ല. ഇത് ചർമ്മത്തെ കരിയിക്കും. അടുത്തതായി മസാജാണ്. എണ്ണ തേപ്പിക്കുമ്പോൾ വളരെ മൃദുവായി മാത്രം ചെയ്യുക, ഉരയ്ക്കരുത്. വസ്ത്രങ്ങൾ. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഒഴിവാക്കി നല്ല പരുത്തി തുണികൾ, അതായത് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വിയർപ്പ് ചർമ്മത്തിൽ ഇരിക്കുന്നത് നിറം മങ്ങാൻ കാരണമാകും. നമ്മുടെ നാട്ടിൽ കറുത്ത കുഞ്ഞിനെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ആരോഗ്യമാണ് പ്രധാനം, നിറമല്ല. വിളർച്ച ഉള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വെളുത്തിരിക്കും. അതായത് അനീമിയ ഉള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വെളുത്തിരിക്കും. പക്ഷേ ഇത് രോഗമാണ്. ആരോഗ്യവാനായ ഒരു കുഞ്ഞ് കറുത്തിരുന്നാലും അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞിനെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പരീക്ഷണ വസ്തു ആക്കരുത്. അപ്പോൾ ഓരോ കുഞ്ഞും സുന്ദരിയും സുന്ദരന്മാരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.